സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാനുള്ള സമിതിയിൽ നിന്ന് നടൻ മുകേഷിനെ ഒഴിവാക്കി. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ CPM നയപരമായൊരു തീരുമാനം എടുത്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ സൂര്യഗായത്രി നൽകും. സൂര്യ, ഈ സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാനുള്ള സമിതിയിൽ നിന്ന് നേരത്തെ തന്നെ നടി മഞ്ജു വാര്യരും സംവിധായകൻ രാജീവ് രവിയും ഒഴിവായിരുന്നു. ഇപ്പോൾ മുകേഷിനെ ഒഴിവാക്കുക കൂടി ചെയ്യുമ്പോൾ ഇനി ഏത് രീതിയിലായിരിക്കും ഈ സമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം? നേരത്തെ തന്നെ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് സർക്കാർ ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചത്. സിനിമാ നയം കരട് രൂപീകരണത്തിന് ഒരു സമിതി നിയോഗിച്ചത്. ഈ സമിതിയിൽ മുകേഷിനെ ഉൾപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള വിമർശനം നേരിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ആരോപണങ്ങളിൽ അതേ തുടർന്ന് മുകേഷ് MLA-ക്ക് എതിരെ ലൈംഗികാരോപണ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഇത്തരത്തിലൊരാള് ഈ ഒരു സമിതിയിൽ അംഗമായി ഇരിക്കുന്നത് ശരിയാണോ എന്നടക്കം ചോദിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് വന്നിട്ട് ഈ ഒരു സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമെന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് CPM-ന്റെ ഇടപെടലിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിന്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ മുകേഷിനെ കരട് രൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം B ഉണ്ണികൃഷ്ണനെയും ഈ സമിതിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യങ്ങൾ പരക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. സംവിധായകൻ വിനയനടക്കം, സംവിധായകൻ ആഷിഖ് അബു അടക്കം അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ മുകേഷ് MLA മാത്രമാണ് ഈ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ നേരത്തെ ഉണ്ടായിരുന്ന 9 പേരും സമിതിയിൽ തുടരും. മുകേഷിനെ ഒഴിവാക്കിയതിൽ ഒരു നിർദ്ദേശം നൽകിയത് CPM ആണ്. CPM-ന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സമിതിയിൽ നിന്ന് മുകേഷ് MLA ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റ് പല രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി സൂര്യ, സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാനുള്ള സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരിക്കുന്നു.